കൂട്ടുകാരെ, വെജിറ്റേറിയൻകാർക്കും നോൺ വെജുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പനീർ ബട്ടർ മസാല വീട്ടിലുണ്ടാക്കാം, അതും റെസ്റ്റോറന്റ് സ്റ്റൈൽ. ഒരു ഫ്രൈ പാൻ എടുത്തു കൊടുക്കുക, 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്ത് 2 വലിയ സവാള അരിഞ്ഞു കൊടുത്തത് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇതിലോട്ട് 8 ഉണക്കമുളക് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇനി 3 വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇനി 1/4 കപ്പ് കാഷ്യനട്ടും കൂടി ചേർത്ത് വഴറ്റി കൊടുത്തിരിക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി വഴണ്ടതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് ചൂടാറാനായിട്ട് വെച്ചു കൊടുക്കാം. ചൂടാറിയതിനു ശേഷം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ച് പേസ്റ്റ് ആക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിന്റെ പനീറാണ്. 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ചെറുതായി ക്യൂബായി കട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന അതേ ഫ്രൈ പാനിൽ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് 1 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടി ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ക്യൂബായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ചേർത്ത് ചെറുതായി ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അതേ പാനിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് 1 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടി ചേർത്ത് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം മിക്സിയിൽ ചേർത്ത് അരച്ച് അതുകൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം കസൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് പച്ചമണം മാറാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മിൽക്കി മിസ്റ്റിന്റെ കോവൈ എടുത്തിട്ടുണ്ട്. അൺസീറ്റഡ് കോവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 50 ഗ്രാം അൺസീറ്റഡ് കോവ മിക്സിയിലെ ജാറിലിട്ട് 3 ടേബിൾ സ്പൂണോളം പാലൊഴിച്ച് ഫൈൻ പേസ്റ്റ് ആക്കി അരയ്ക്കുക. 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 2 വലിയ ടീസ്പൂണോളം ഫ്രഷ് ക്രീം. ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ മിക്സിയിലെ ജാറിൽ അരച്ചു വെച്ചിരിക്കുന്ന കോയ മിക്സും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഫ്രഷ് ക്രീമും ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും കൂടിയാണ്. കസൂരി മേത്തി ഇടാൻ നമ്മൾ മറക്കാൻ പാടില്ല. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ മസാലയൊക്കെ പനീറിന്റെ ഉള്ളിലൊക്കെ നന്നായി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 3-4 തണ്ട് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് നമ്മളൊരു ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 4 പീസോളം ബട്ടർ കട്ട് ചെയ്തത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കുകയാണ് ചെയ്യണേ. നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മിക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടർ സ്മെല്ലും പനീറിന്റെ സ്മെല്ലും അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. പിന്നെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം.